എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? മാഷാ അള്ളാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മൾ രാവിലത്തെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പൊറാട്ടയും ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ കാക്ക പറഞ്ഞു പുട്ട് വേണ്ട, ഞാൻ പൊറാട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കൻ കറി റെഡിയാക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പൊറാട്ട ഒക്കെ കൂട്ടി നമ്മൾ ചായക്കൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അപ്പോൾ ഇതാ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റി റെഡിയാക്കി എടുക്കണം. അപ്പോൾ പാത്രം കഴുകി ഇതൊക്കെ തോരാനും വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ടാങ്കിലെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കുടിവെള്ളമൊക്കെ ഒന്നാണ്ട് എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റി റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഞാൻ അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇന്ന് കുറച്ച് അല്ലറ ചില്ലറ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് മുറ്റത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഏതായാലും ഇനി ചോറൊന്ന് ഊറ്റി റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ചോറുക്ക് കറിയായിട്ട് നമ്മൾ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉള്ളത്. രാവിലത്തെ ചിക്കൻ കറി തന്നെ നമ്മൾ ഉച്ചക്കും വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉപ്പേരിയായിട്ട് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയും അതുപോലെ പപ്പടം പൊരിച്ചതും ആണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കുള്ള കൂട്ടാനെന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി ഊറ്റിനിടയിൽ ഇതൊക്കെയാണ് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല, പോയിട്ടൊന്നുമില്ല, നിറഞ്ഞു കിടന്നു. അപ്പോൾ പിന്നെ കുറച്ച് മുക്കി ഒഴിക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അല്ലാഞ്ഞാൽ പിന്നെ അടക്കുമ്പോൾ ഒന്നാകെ നിലത്തേക്ക് വെള്ളം പോകും. അപ്പോൾ അതാണ്ട് നീക്കി വെച്ചിട്ട് ഇതാ ഇവിടെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ നമ്മളെ മോട്ടർ ടാങ്ക് നിറഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ടാങ്ക് നിറഞ്ഞൊലിക്കൽ മുകൾ കൂടി വെക്കാറല്ലേ, നമുക്ക് ഇവിടെ താഴ്ഭാഗത്ത് കൂടി കേട്ടോ വെള്ളമൊക്കെ പോകൽ. അപ്പോൾ അങ്ങനെ ഏതായാലും ഇതാ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേഗം ചോറൊക്കെ ഒന്ന് ഊറ്റി റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഞാനിത് ആദ്യം തന്നെ അതിലുള്ള വെള്ളമൊക്കെ ഒന്നാണ്ട് വറ്റിച്ചെടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കത്തിച്ച് കാണും ഊറ്റിയെടുക്കേണ്ട. അപ്പോൾ പിന്നെ അടിയിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ, ചോറിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവില്ല. മറ്റേ നമ്മൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടിയിൽ ഇങ്ങനെ ഒരു വെള്ളം പോലെ നിൽക്കും. പിന്നെ ആണെങ്കിൽ ഒക്കെ ചോറ് ഊറ്റി കഴിഞ്ഞതിന് ശേഷം വറ്റിക്കുന്നതാണെന്ന് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതൊരു കട്ട പിടിച്ചുകൊണ്ട് നിൽക്കണ പോലൊക്കെ തോന്നും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന മോളോട് ഞാൻ വിറകരിയിൽ നിന്ന് രണ്ട് നമ്മൾ ഇൻവേർട്ടർ ഒഴിക്കണ ബാറ്ററി വെള്ളം ഉണ്ടാവില്ല, ആ രണ്ടെണ്ണം മൂന്നെണ്ണം ടൈക്ക് കൊണ്ടുപോയിട്ടൊരു ഓർമ്മ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒഴിവാക്കുന്ന ടിന്നുകളൊക്കെ. അപ്പോൾ അത് മോളോട് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയണം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതിങ്ങനെ എന്തെങ്കിലും നമുക്ക് ആവശ്യം വരില്ല വിചാരിച്ചിട്ട് അങ്ങനെ വിറകരിയിൽ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ 3 ഉണ്ട്, ഒന്നും കൂടി കാണാനുണ്ട്, പക്ഷെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കണം. ഞാനിതിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏത് മോഡലിൽ കട്ട് ചെയ്യണതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ എൻ്റെ മോള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മച്ചിക്ക് ഈ ഒരു ടിന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആളിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, അമ്മച്ചി ഇപ്പോൾ ഇതെന്താ കാട്ടണമെന്നൊക്കെ നോക്കിക്കാണ്ട്. അപ്പോൾ ഞാനിതൊക്കെ അത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇതാ ഗ്യാസ് ഓണാക്കിയിട്ട് കത്തിയൊക്കെ നല്ലോണം ചൂടാക്കി എടുത്തിട്ട് ഞാനിതൊക്കെ സാധാ മോഡലിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരും മുകൾ ഭാഗമാണ് കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ ആദ്യം അതിങ്ങനെ മലർത്തി കിടത്തിയിട്ട് അങ്ങനെ കട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുക അതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ എങ്ങനെ ചെയ്യണം തന്നെയാണ്, അതൊരു വൃത്തിക്കൊന്നും നിൽക്കില്ല എന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ അടപ്പ് കണ്ടപ്പോൾ നമുക്ക് നാളെ കാക്കാൻ പറ്റില്ലേ, അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അങ്ങനത്തെ 2 ബോട്ടിൽ ഇതാ ഈ ഒരു സാധാ ടൈപ്പിലാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പപ്പടക്കൊള്ളി വെച്ചിട്ട് ഞാനിതൊക്കെ നമ്മൾ പുട്ടിന് കുത്തുന്ന കൊള്ളിയില്ലേ അത് വെച്ചിട്ട് ഇതൊക്കെ ഹോള് ഇട്ടിട്ടുണ്ട് കേട്ടോ. പപ്പടക്കൊള്ളി ആയാലും മതി. അപ്പോൾ ഹോള് ഇട്ടിട്ടുണ്ട്, ഒരു 5-6 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പച്ചക്കറി വിത്ത് അത് പാകാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വിത്തുകൾ കണ്ടില്ല, വെണ്ടയ്ക്കയും ചീരയും പിന്നെന്താ ഒരു ഇത് അതിന് പേര് എഴുതിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല, അത് കാക്ക കൊടുന്നതാണ് കേട്ടോ. അതും കൂടി പിന്നെ ഒന്ന് വിത്തിട്ടോ ഒക്കെ അറിഞ്ഞാണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ പഴയ കുറച്ച് പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു കേട്ടോ. ഇതും ഇതേപോലത്തെ ഒരു നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ആക്കി വെക്കുന്ന ടിന്നായിരുന്നു. അപ്പോൾ അത് 2 കഷ്ണമാക്കിയിട്ട് ഇതൊക്കെ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയ ഉടനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്
ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കുറേ കാലം ഉപയോഗിച്ച് ഇപ്പം അകത്തുണ്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഡോറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, അത്ര വലിയ ടിന്നായിരുന്നു ഇട്ടത്. അപ്പോൾ അങ്ങനെ 2 മോഡലാക്കിയിട്ട് നമ്മൾ ചെടികളൊക്കെ സെറ്റാക്കിയതായിരുന്നു. അപ്പോൾ അത് വൃത്തികേടായപ്പോൾ ഞാൻ ഏതായാലും ഒഴിവാക്കാനേ തോന്നില്ല. അപ്പോൾ നമുക്കതിൽ പച്ചക്കറികളൊക്കെ റെഡിയാക്കി എടുക്കല്ലോ. പച്ചക്കറിക്ക് ഇപ്പോൾ നല്ല നല്ല ചട്ടി വേണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പിന്നെ അതൊക്കെ അതിലുള്ള ചെടികളൊക്കെ ഒന്നാണ്ട് മാറ്റിയിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് ഇടാൻ വിചാരിച്ചു. ഇപ്പോൾ ഒരു പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു, പിന്നെ അത് നമുക്ക് നേരം കാലം ഇല്ലാതായപ്പോൾ അങ്ങനെയാണ്ട് പിന്നെ ഉണ്ടാക്കാതായിപ്പോയി. അങ്ങനെ ഏതായാലും ഇതാ മോളോട് ഞാൻ മണ്ണ് റെഡിയാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്കി ഒരു പരിപാടി ഭക്ഷണം തന്നെ അല്ലായിരുന്നു. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ആളാണ് എനിക്ക് ചട്ടിക്കൊക്കെ ഉള്ള മണ്ണ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സിധുവിൻ്റെ ഫ്രണ്ട്സുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഓരാണെങ്കിൽ ഇവളിട്ട് കാട് ഇതാക്കുകയാണ്, ഈ പണി എടുക്കണം അങ്ങനെ ഓനെ ഞാൻ വിളിച്ചിട്ട് പോകാൻ വന്നിട്ടില്ല. ഓനക്ക് ഈ പണി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചങ്ങായിമാരെ കിട്ടിയപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ പണിക്കൊന്നും ആൾ വരലില്ല. ഫുൾ സൈക്കിൾ കിട്ടിയപ്പോൾ അതിന്മേലാണ് ഓട്ടവും കറക്കൊക്കെ കേട്ടോ. അങ്ങനെ ഏതായാലും മോക്ക് വലിയ വശമൊന്നുമില്ല ഇനി ഈ പണി. ഏതായാലും ഇപ്പോൾ അതൊക്കെ പഠിച്ച് മണ്ണൊക്കെ അവിടെ ആൾ കോരി സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാക്ക ഇതൊക്കെ ആളേക്കൊന്ന് ചട്ടി ഏറ്റിയിട്ട് പൊന്തിടില്ല കേട്ടോ, അത് നിറച്ചുണ്ട് അതിൽ മണ്ണ്. അപ്പോൾ കാക്ക വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കിയും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഇതാ മണ്ണ് കാക്കത കൊണ്ടുപോയിട്ട് കേട്ടോ. ഓള് പിന്നെ വിളിച്ചിരുത്താൻ നിങ്ങൾക്കൊരു പണിയില്ലല്ലോ, ഞാനാണല്ലോ മണ്ണ് നിറക്കണത്, ഇത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കണ്ട് ആൾ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ വളം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. നല്ല ചാക്കിൽ നല്ല ഉഷാറാക്കി നമുക്ക് കൊടുന്ന് തന്നതായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ, നായി ഒന്നാകെ മാന്തി പൊളിച്ചതാണത്. പിന്നെ ഒന്നാകെ പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചാക്കിലാക്കിയിട്ട് നമുക്ക് നമ്മളടുത്തുള്ള ഒരാൾ കൊടുന്ന് തന്നാണ് കേട്ടോ. അപ്പോൾ അതാകെ വൃത്തികേടാക്കിയിട്ടുണ്ട് ചാക്ക്. അപ്പോൾ അതിന് എന്തായാലും കൊഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ വേറൊരു ചാക്ക് കാക്കല്ലാച്ച് ഇട്ട് നോക്കുമ്പോൾ ആ ചാക്ക് നുരുമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കീറിപ്പോയി. അങ്ങനെ പിന്നെ രണ്ടാമത് പിന്നെ എന്ത് ചെയ്ത്, ഞങ്ങൾ ചെറിയ ചാക്ക് പിന്നെ ഉള്ളൂ, ഇതിനെക്കാട്ടി വലിയ ചാക്കില്ല. അങ്ങനെ പിന്നെ ചാണകമാണ് കേട്ടോ, അത് അതിക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ പകുതിയാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചു. നമുക്ക് ആവശ്യത്തിനുള്ളത് ആ ഒരു ചാക്കിൽ വെച്ചിട്ട് ബാക്കിയാണ്ട് എടുത്ത് വെക്കല്ല വിചാരിച്ച്. അങ്ങനെ കാക്ക പിന്നെ ചാക്ക് എടുത്തിട്ട് പൊന്തല്ല, നല്ല ചാണകമാണ്, പച്ച ചാണകമാണ്, അധികം കൊണ്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ഉഷാറുണ്ട് കേട്ടോ വളം കാണാൻ. നമുക്ക് കണ്ടാലറിയില്ല നല്ല വളമൊക്കെയാണെന്നുള്ളത്. നല്ല പൊടി കഴിക്കാണ്ടുള്ളതാണ്. ചില നേരത്തെ കട്ടക്കട്ടായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് റിസ്ക്കാണ്, പൊടിച്ചെടുത്തിട്ടൊക്കെ വേണ്ടത്. പിന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കാക്ക അത് ചാക്കക്ക് ഇടുന്ന ടൈമിൽ ഞാനിതൊക്കെ അവിടുന്ന് ഒരാൾ ഭയങ്കര വിളിച്ചിട്ടുണ്ട്, ചട്ടിയിൽ മണ്ണ് നയിക്കണ്, കൊണ്ടുപോയി ഒഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചട്ടി വാങ്ങിച്ച് കണ്ട് ഇതാ മണ്ണൊക്കെ കണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ഇതാ ചാക്കൊക്കെ ഏറ്റിക്കെട്ടി കോഴിക്കോടിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ട്, ഞാൻ അവിടെ ആകുമ്പോൾ അങ്ങനെ മഴ കൊള്ളുന്ന ഏരിയ എല്ലാം. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ച് ഇനിയും ഇതിവിടെ നിലത്ത് വെക്കുകയാണെങ്കിൽ ഇനിയും നായ്ക്കൾ ഇത് പണി കെട്ടും. ഓരോ വിചാരം അതിൽ വലിയ ചിക്കൻ ബിരിയാണിയാണ് എടുത്ത് വെച്ചിരിക്കണത് വിചാരിച്ചിരിക്കുകയാണ്, ഓരോ മാതലും പിടിച്ചാലും കണ്ടാൽ. അപ്പോൾ ഇനി പണി കിട്ടിയാലോ വിചാരിച്ചിട്ട് ആവശ്യത്തിന് ഒരു ചാക്കിലെടുത്തിട്ട് ബാക്കിയാണ്ട് എടുത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ കലാപരിപാടികൾ തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചട്ടിക്ക് ഇതൊക്കെ വലിയൊരു ഹോള് കണ്ടില്ല. ഹോള് വെച്ചാൽ അവിടെ അതിൻ്റെ മൂടി കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു, കല്ല് വെച്ചിട്ട് അടച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് മണ്ണിക്ക് ഞാൻ ചകിരിച്ചോറ്, പിന്നെ കൂടുതൽ മണ്ണാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചാണകം നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്തിടില്ല. പിന്നെ ഇനി വിത്തൊക്കെ മുളച്ച് വരികയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ചട്ടി മണ്ണാണെങ്കിൽ ഒരു ചട്ടീൻ്റെ അടുത്ത് ഇല്ല, ഒരു 3/4 ചട്ടീൻ്റെ അടുത്ത് നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുള്ളൂ, 1/4 ചട്ടീൻ്റെ അടുത്ത് നമ്മൾ വളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇനി ആവശ്യത്തിന് അങ്ങനെ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് മുളച്ച് വരികയാണെങ്കിൽ ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ച് തരണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചട്ടകം വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് മിക്സായി കിട്ടിയാൽ കുറേ പണി. പിന്നെയാണ് നമ്മളെ കുഞ്ഞിക്കൈക്കോട്ടിൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തു കേട്ടോ.
ചാണകം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാക്ക ഇതിനൊരു ചട്ടി ഒറ്റ ചട്ടി കൊടുന്ന് വെച്ച് തന്നതാണ്, ആവശ്യമുള്ള ഇട്ടോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ ആ ഒരു ചട്ടിക്ക് പകുതി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ ചാണകവും ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതൊക്കെ നമ്മളെ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടി ഇനിയിപ്പോൾ പഴയ ചട്ടികളൊക്കെ ഒഴിച്ചെടുത്തിട്ട് വേണം. അപ്പോൾ ഏതായാലും ഇതിലാണ് വിത്ത് മുളപ്പിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതാ റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ചട്ടിയൊക്കെ മതിയല്ലോ അല്ലേ. പിന്നെ ആ കവർണം കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചട്ടിയാണ്. അങ്ങനെ ഇതൊക്കെ ആദ്യം ഞാൻ ഈ ഒരു പരന്ന ചട്ടിയിൽ ജീരകത്തിൻ്റെ വിത്താണ് ഇട്ടാ റെഡിയാക്കി കൊടുക്കുന്നത് 2 ചട്ടിയിലും. പിന്നെ കുറച്ച് ജീരക വിത്ത് അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള 2 ചട്ടിയിൽ ഇതൊക്കെയാണ് വെണ്ടക്കക്കുരുവാണ് കുത്തി കൊടുക്കുന്നത്. മുളക്കായിരിക്കും. ഇപ്പോൾ കുറേ കാലം ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ പറഞ്ഞാൽ കാക്കിയും സിമ്രുമാണ് കേട്ടോ. 2 ആളും കൂടിയാണ് ഇന്ന് വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ അറിയാതൊക്കെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരാണ് ഇന്നത്തെ ക്യാമറമാർ. മറ്റേ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ വീഡിയോ എടുക്കലാണ്. ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ. നമുക്ക് ഇങ്ങനെ വീഡിയോ ഇളകുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നൂല അല്ലേ, കണ്ണിനൊരു എന്തൊക്കെയോ പോലെ ഇക്കാരം. അങ്ങനെ ഏതായാലും ഇതാ ഞാൻ വിത്തൊക്കെ പാകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാക്ക തക്കണം അതൊക്കെ കൊടുന്ന് കണ്ടതാ ഈ ഒരു ഭാഗത്ത് കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി മുളച്ചൊക്കെ സെറ്റായി വരികയാണെങ്കിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ മുളകിൻ്റെ 2-3 തൈകൾ ഇനിയും ഉണ്ട് കേട്ടോ മാറ്റി വെക്കാൻ. നമ്മളുള്ള ചട്ടി 3 ചട്ടിയിൽ പഴയ ചട്ടിയിൽ നമ്മൾ മുളകും തൈയൊക്കെ നട്ടിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. നട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് തൂമ്പ് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ 2-3 ആയിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്, അതുപോലെ കുറച്ച് വെണ്ടക്കക്കുരും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്ത് കുറച്ച് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കുറേ ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപോയി നമ്മൾ ഗേറ്റ് മേലായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ തേങ്ങക്ക് വീണ് നാശമായി പോലെ വെച്ചിട്ട് പിന്നെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയപ്പോൾ ചട്ടി അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചട്ടിയൊക്കെ നുള്ളി പെറുക്കി കൊടുന്നുകാണ്ട് നല്ല ചട്ടിയാണ് കേട്ടോ, ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതിൽ മണ്ണൊക്കെ നിറച്ചുകാണ്ട് ഞാൻ ബാക്കിയുള്ള വെണ്ടക്കക്കുരൊക്കെ അതിലാണ്ട് 3 വെച്ചിട്ടാണ്ട് 4-5 ചട്ടിയിലായിട്ടാണ്ട് പാകി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തത്തെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമല്ല ഇപ്പം നമ്മൾ ഈ ഒരു പണിക്ക് നിന്നത്. അപ്പോഴേക്കും സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മുന്നിൽ കുറേ കൊമ്പും കാര്യങ്ങളൊക്കെ വെട്ടിയതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ. അപ്പം 10 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ നല്ല വെയിലെന്നാൽ പിന്നെ നമുക്ക് പണിയെടുക്കുമ്പോൾ ഉള്ള ക്ഷീണവും കാര്യം അറിയാമല്ലോ അല്ലേ. പിന്നെ ഇതൊക്കെയാണ് ബാക്കി ചാണകം ഉള്ളത് ഞാൻ ഇതൊക്കെയാണ് ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെടിക്ക് വളമിട്ട് കൊടുക്കുമ്പോൾ ആ ചട്ടിയിലുള്ള മണ്ണൊക്കെ ഒന്ന് നീക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണതാണ് കേട്ടോ നല്ലത്. എന്നാലാണ് ആ ഒരു ചെടിക്ക് വളം കിട്ടുള്ളൂ. അല്ല ഞാൻ ഉറച്ച മണ്ണിക്ക് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നല്ലോണം ഒരു കത്തി വെച്ചിട്ടാ ഇതുപോലെ ചട്ടകം വെച്ചിട്ടാ അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ട് മണ്ണ് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ചെടിക്ക് വളമൊക്കെ എന്തോ കാലം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ചെടിമേൽ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ഒരു പച്ചപ്പും ഒരു ഫ്രഷ്നെസ്സും ഒരു വൃത്തിയൊന്നും ഇങ്ങോട്ട് കാണില്ല. ഒരു എന്താ പറയുക, ക്ഷീണം പിടിച്ച പോലെ. നല്ലോണം തിന്നാൻ കൊടുക്കുമ്പോഴാണ് നല്ല പുഷ്പിച്ച് നിൽക്കല്ലേ. നമ്മളാണെങ്കിൽ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചതാകുമ്പോഴാണ് പുഷ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അതേമാതിരി തന്നെയാണ് ചെടികളെ അവസ്ഥ. നല്ലോണം അവിടെ വളം ഇട്ട് കൊടുത്താലാണ് നല്ല ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ട് ചെടി കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ചട്ടികൾക്ക് ഇപ്പോൾ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഓരോരോ ദിവസങ്ങളിലായിട്ട് അങ്ങനെ കുറേശ്ശായിട്ട് അങ്ങനെ ഓരോ ചെടിക്കൊക്കെ വളമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ ചട്ടിയിലൊക്കെ മണ്ണൊക്കെ നല്ലോണം ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ഒരു കത്തി വെച്ചിട്ട് ചട്ടകം കൊണ്ട് പറ്റാഞ്ഞിട്ട് ഞാൻ കത്തി മുള കൊണ്ട് കൊണ്ടുവച്ചിട്ട് കത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഇളക്കി കൊടുത്തിട്ട് മണ്ണ് ഇങ്ങോട്ട് ഇതൊക്കെയാണ് അത്യാവശ്യം വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മണ്ണും വളം കൂടി ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ചെടി ഇതൊക്കെയാണ് ഇതിൻ്റെ പേര് ഇങ്ങോട്ട് കിട്ടണില്ല, അറിയേണ്ട പേര് തന്നെയാണ് എനിക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് കിട്ടണില്ല. അപ്പോൾ ഈ ഒരു ചെടി തന്നെ കുറേ ആയി ഈ ഒരു നിൽപ്പ് ഇങ്ങനെ നിൽക്കണം, വളം ഇട്ട് കൊടുക്കണില്ല, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല, വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജീവൻ നിലനിർത്തുന്നല്ലാണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വളമൊക്കെ മെലസ്റ്റോമ ഇപ്പോൾ പേര് കിട്ടി, മെലസ്റ്റോമ ഉണ്ട് ഈ ഒരു ചെടീൻ്റെ പേര്. നല്ല വയലറ്റ് കളറിലുള്ള പൂവാണ് ഉണ്ടാവുക അതിമേൽ. അപ്പോൾ അതും തന്നെ വളമൊന്നും ഇട്ട് കൊടുക്കാഞ്ഞിട്ടൊന്നും വളർച്ചയില്ല. അപ്പോൾ അതിനും നല്ല ഉഷാറാക്കി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കണ്ട വളം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മണ്ണും കൂടുതൽ പിന്നെ വളം എടുത്തുകാണ്ട് ചകിരിച്ചോറ് ഇട്ടുകാണ്ട് ഞാനിത് മിക്സാക്കി എടുത്തത്
എടുത്തതാണിത്. നല്ലോണം വളം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മുളകും തൈ ഇത് കേട്ടോ. നമ്മൾ മുളകും തൈൻ്റെ തൂമ്പ് മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. എന്നാലാണ് നല്ല ഉഷാറായിട്ട് കുറേ കൊമ്പുകളൊക്കെ ആയിട്ട് മുളകും തൈ ഉഷാറാവുന്നതാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണ് ചെയ്യല്. ഇതിപ്പോൾ എന്താവും എന്നറിയില്ല. നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉഷാറായിട്ട് വരട്ടെ. അങ്ങനെ ഏതായാലും നമ്മൾ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത പണിയെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊടി മണ്ണൊക്കെ എങ്ങനെ ഇപ്പോൾ നമ്മൾ പിന്നെ ഷീറ്റ് ഇട്ട് വിരിച്ച് സെറ്റാക്കി എടുക്കുകയാണെങ്കിലും അവിടെ എന്തായാലും ഒരു പൊടി മുട്ട എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മുറ്റൊന്നും അടിച്ചു വാരിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റും കൂടി ആണ്ട് ഈ ഒരു പണി കഴിഞ്ഞിട്ട് അടിച്ചു തരാമെന്ന് വിചാരിച്ചതേനും. അപ്പോൾ അതും കൂടി ഒന്നാണ്ട് കഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മോളാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയിട്ട് കാക്ക ഇതിൻ്റെ ഇടയിൽ വത്തൊക്കെ കട്ട് ചെയ്ത് കണ്ട് കൊടുന്ന് തന്നീന് കേട്ടോ. അപ്പോൾ വത്തൊക്കെ കട്ട് ചെയ്ത് കണ്ട് കഴിക്കുമ്പോൾ തണുത്ത വത്തൊക്കെ ആയതുകൊണ്ട് പല്ലിന് ഭയങ്കര പുളിപ്പ് കയറും. അപ്പോൾ ഞാൻ പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറഞ്ഞാൽ വത്തൊക്കെ ജ്യൂസ് അടിക്കുക കുടിക്കുക. പിന്നെ ഒന്ന് വേർപ്പൊക്കെ ഒന്ന് ആറിൻ്റെ ശേഷം ഒന്ന് കുളിക്കും വേണം. അതോടുകൂടി നമ്മൾ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിയൂട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളിൽ നമ്മളെ പണികളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒന്ന് കുറച്ച് സമയങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒക്കെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കേ.